ഓക്കെ, ഇനി നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാം. ഓക്കെ, ഫസ്റ്റ് ഇയർ കെമിസ്ട്രി പ്രൊവിഡൻസ് റെഡി. പരമാവധി മ്യൂട്ട് ചെയ്യുക, എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ഈ നിങ്ങളെ പേര് തന്നെ പരമാവധി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പേര് വിളിക്കാൻ സുഖമായിരിക്കും. ഇൻ കേസ് ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. സ്റ്റാർട്ട് ചെയ്താലോ? എന്നാലും സ്റ്റാർട്ട് ചെയ്യാം, സമയം അധികം കളയാനില്ല. എല്ലാവരുടെ സമയവും വളരെ വിലപ്പെട്ടതാണ്. വേറെ വരാനുള്ളവരിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി വരുന്നവരെ നമുക്ക് അന്നേരം അഡ്മിറ്റ് ചെയ്യാം. റെഡി. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ വളരെ സന്തോഷം. ഒന്ന് പറയണേ. ഓക്കെ, താങ്ക് യു. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതെ എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വാട്ട് ആഫ്റ്റർ BSc എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ BSc എടുത്തത് എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ എന്തിനാണ് BSc എടുത്തത്? നിങ്ങൾ ചാറ്റിൽ പറഞ്ഞു. നിങ്ങൾ വളരെ താല്പര്യപ്പെട്ട് വളരെ ഇൻട്രസ്റ്റോടു കൂടെ ഞാൻ ഫിസിക്സ് പഠിക്കാം, അല്ലെങ്കിൽ ഞാൻ കെമിസ്ട്രി പഠിക്കാം, അല്ലെങ്കിൽ എനിക്ക് സുവോളജിയോട് അതിഭീകരമായ ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ബോട്ടണിയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്ന് കരുതി ഇത് എടുത്തതാണോ? അല്ല സാഹചര്യവശാൽ ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടതാണോ? ഞാൻ പല പല കോളേജുകളിൽ, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളുള്ള കോളേജുകളിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള സമയത്ത് മൊത്തം ഏകദേശം ഒരു 80% സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് സാഹചര്യവശാൽ ഞാനിത് ഇതിലേക്ക് എത്തിപ്പെട്ടു പോയി, ഇനി എന്ത് ചെയ്യണം എന്നെനിക്ക് അറിയില്ല എന്നൊരു വിഷമഘട്ടത്തിൽ ഇരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുമായിട്ട് ഞാൻ ഒരുപാട് കാലം സംസാരിച്ചിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞൊരു 2-2.5 വർഷക്കാലമായി സാർ എൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോ അങ്ങനെ സംസാരിച്ചതിൻ്റെ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഏതോ ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ എന്തോ കാരണം കൊണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടു. അതായത് BSc പഠിക്കാൻ വേണ്ടി നിങ്ങൾ എത്തിപ്പെട്ടു എന്നതാണ് നിങ്ങളെ വിഷയം. ഓക്കെ, അപ്പോ ഇതിലേക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഇനി എന്ത് എന്ന് എല്ലാവരും ചോദിക്കുന്ന സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ക്ലിയർ കട്ടായിട്ടൊരു ധാരണയില്ല. അതാണ് വിഷയം. ആർക്കും ധാരണയില്ല. അതായത് പഠിപ്പിക്കുന്ന അധ്യാപകർക്കോ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ നിങ്ങളുടെ രക്ഷിതാക്കൾക്കോ ധാരണയുള്ളവരുണ്ടാവും ചിലപ്പോൾ. അവരെങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പൊതുവെ മൊത്തത്തില് കേരളത്തിലെ മൊത്തം ഒരു സാഹചര്യം വിലയിരുത്തുക. കേരളം മാത്രമല്ല, ഇതിന് പുറത്തും എന്തിനാണ് BSc പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൃത്യമായിട്ട് തരാനില്ലാത്ത ഒരുപാട് കൂട്ടം ആൾക്കാരുണ്ട്. ഓക്കെ, എന്നാൽ ക്ലിയർ ആയിട്ട് മൈൻഡിൽ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, അത് വളരെ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. അല്ലെങ്കിൽ റൈറ്റ് ട്രാക്കിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്നവർ എണ്ണം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള തോട്ട് വരുന്നതിന് മുന്നേ നമ്മൾ ഒരുപാട് കണക്ഷൻസ് ഉണ്ടാക്കണം, ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണം, ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിക്കണം. സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ വെറുതെ കളയരുത്. സംസാരിക്കാൻ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കരിയർ റിലേറ്റഡ് ആയിട്ട്,
ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ പരമാവധി ചൂഷണം ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്. എന്നെ ഇതിനു മുന്നേ എന്നെ കേട്ടവരുണ്ടെങ്കിൽ അവർക്ക് അറിയാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചൂഷണം ചെയ്യാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ A to Z അയാളെ പരമാവധി ബുദ്ധിമുട്ടിക്കുക, അയാൾ അറിയാതെ അയാളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കത് പതിയെ പതിയെ അതിലേക്ക് വരാം. നമ്മൾ ഈ ഒരു സെഷൻ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒറ്റ ഒരു സെഷനായിട്ട് നിർത്താൻ വേണ്ടിയിട്ടല്ല, ഒരു സെഷനിൽ ഈ പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇനി വരുന്ന ആഴ്ചകളിൽ ഇതൊരു തുടക്കം എന്ന രീതിയിലാണ് ഇന്നത്തെ ഈ സെഷൻ പോവുക. എന്താണ് നമ്മൾ ബേസിക്കലി ഇനിയുള്ള കുറച്ച് നാളുകൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇനി മുന്നിലേക്ക് പോകേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഇവിടെ ഈ ഒരു സെഷൻ പറഞ്ഞ് അവസാനിപ്പിക്കും. അതിനുശേഷം ഇനി അടുത്ത ആഴ്ചയിൽ നിങ്ങൾക്ക് എക്സാക്ട് എങ്ങനെയാണ് ഒരു CV ബിൽഡ് ചെയ്തിട്ട് നിങ്ങളെ മാർക്കറ്റ് റെഡി ആക്കുക, അല്ലെങ്കിൽ ഒരു നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കുന്ന ഒരാൾ എങ്ങനെയാണ് പ്രൊഫഷണൽ ആയിട്ട് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള തരത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മളെ സെറയിൽ തന്നെ കൂടെയുള്ള ആഷ്ബിൻ ജെയ്സൺ വരും. CV എങ്ങനെ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ അബ്രോഡ് ഓപ്പർച്യൂണിറ്റികളെ പറ്റിയൊക്കെ കൃത്യമായിട്ട് ഒരു ക്ലിയർ കട്ട് ധാരണ തരാൻ വേണ്ടി ആഷ്ബിൻ ജെയ്സൺ വരുന്നുണ്ട് അടുത്ത ആഴ്ച, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ പകുതിയോടെ അദ്ദേഹം വരും. ഓൺലൈനിൽ നമ്മളോട് കൂടെ കൂടും. അതിനുശേഷം നമ്മൾ സ്പെസിഫിക് സബ്ജക്ട് വൈസ് ഇനി എങ്ങനെ പോവാം എന്നുള്ളതിനെ പറ്റിയിട്ട് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ധാരണ തരും. അങ്ങനെയാണ് നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് ഇങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോ സെഷൻ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഞാൻ ആയിത്തീരേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഫെയ്ഡ് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എന്നെ ഞാൻ പരിചയപ്പെടുത്താം. എന്റെ പേര് ഹരിപ്രസാദ് എന്നാണ്. ഞാൻ സെറ സയൻസ് LLP എന്ന് പറയുന്ന നിങ്ങളുടെ മുന്നിലേക്ക് സെറ എന്ന രീതിയിൽ IIT ജാമിന്റെയും CUET PGന്റെ ഒക്കെ കോച്ചിങ് മുഖം കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഐസർ പുനെയിൽ ഇൻക്യുബേറ്റ് ചെയ്തിട്ടുള്ള ഒരു സയൻസ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ടപ്പിന്റെ co-founder-ആണ്. കഴിഞ്ഞ ഒരു 2.5-3 വർഷക്കാലത്തിന് അടുത്തായിട്ട് സെറയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഞാനൊരു കെമിസ്ട്രിക്കാരനാണ്. എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറയാം. അതുപോലെ ഞാൻ എങ്ങനെയാണ് BSc കെമിസ്ട്രി അല്ലെങ്കിൽ BSc, ഇനി നിങ്ങൾ സയൻസ് പഠിക്കുന്ന ആൾക്കാർ, BSc ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലർ ഓഫ് സയൻസ്. അപ്പോൾ സയൻസ് പഠിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചാലും, നിങ്ങൾ ഫിസിക്സ് പഠിച്ചാലും, നിങ്ങൾ ലൈഫ് സയൻസ് പഠിച്ചാലും, നിങ്ങൾ ബോട്ടണി പഠിച്ചാലും, സുവോളജി പഠിച്ചാലും, മൈക്രോബയോളജി പഠിച്ചാലും, എന്തായാലും നിങ്ങളെല്ലാം സയൻസ് എന്ന് പറയുന്ന ഒരു വലിയ കുടക്കീഴിലാണ് നിങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ആരെങ്കിലും ഇതിന്റെ ഇടയിൽ വരക്കുന്നുണ്ടെങ്കിൽ അവരതിൽ നിന്ന് മാറണേ. നിങ്ങൾക്ക് പെന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അറിയാതെ വരച്ചു പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി എങ്ങനെ മുന്നിലേക്ക് പോവാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് നമ്മളിവിടെ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോ സെറേനെ ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഒരു സെക്കൻഡ്. സെറേനെ ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തി കഴിഞ്ഞു. സെറ സയൻസ് LLP എന്ന് പറയുന്നത് സയൻസ് എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെറിയ കുട്ടികൾ, നിങ്ങളെ വീട്ടിലുള്ള കുട്ടികൾ എങ്ങനെയാണ് സയൻസ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഒരു ചായക്കടയിൽ നമ്മൾ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്നത് പോലെ, രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് പോലെ ഒരു ചായക്കടയിൽ പോയിട്ട് നമുക്ക് എങ്ങനെയാണ് സയൻസ് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, നമുക്ക് ലൈക്ക് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചായന്റെ കെമിസ്ട്രീനെ പറ്റി അങ്ങനെ സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആഗോളതലത്തിലുള്ള സ്പേസ് ക്രാഫ്റ്റിനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ ബഹിരാകാശ പേടകങ്ങളെ പറ്റിയിട്ട്, ചന്ദ്രയാനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ചായക്കടയിലെ ചർച്ച എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതിന് നമ്മളെ സൊസൈറ്റിനെ എങ്ങനെ കേപ്പബിൾ ആക്കാം. അത്ര കണ്ട് ലിബറലായിട്ട് ചിന്താഗതിയോടുകൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് സെറ സയൻസ് LLP എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ഫേം. ഇത് ഐസർ പുനെയിൽ ഇൻക്യുബേറ്റ് ചെയ്തതാണ്. ഫൗണ്ടർ കാവ്യ CS ആണ്. co-founders ആയിട്ട് ഞാനും വിഷ്ണു സാറുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സംരംഭമാണിത്. ഇതിന്റെ ഓഫീസ് കേരളത്തിൽ നിലവിൽ കോഴിക്കോട് ബാലുശ്ശേരിയാണ് പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് ബാലുശ്ശേരി ടൗണിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ പാസ്റ്റ് കുറച്ചു കാലങ്ങളായിട്ട് സെറ എന്ന രീതിയിൽ നിങ്ങളെ മുന്നിലേക്ക് IIT ജാം CUET PG CSIR NET എന്നുള്ള രീതിയിലേക്ക് നിങ്ങളെ മുന്നിലേക്ക് കോച്ചിങ് രൂപത്തിൽ നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സയൻസ് അറിയുന്ന അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ എന്ന് കൃത്യമായിട്ട് ഐഡിയ ഇല്ല കുറച്ച് പേരാണ് ഞങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് നാളെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആർക്ക് മെസ്സേജ് അയക്കാം, ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞങ്ങളുടെ ബാച്ചിൽ വേണമെന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് ഇന്നേ വരെ കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ഒരു കൺഫ്യൂസ്ഡ് ഫേസിൽ എത്തി നിൽക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാം, പേഴ്സണലി അയക്കാം. ഒരു നമ്പർ ഞാൻ അവസാനം തരാം, അതിലേക്ക് അയക്കാം. ഓക്കെ,
അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. വെറുതെ നിങ്ങളിങ്ങനെ ഉള്ളിൽ വിഷയങ്ങൾ ഇട്ട് വെക്കരുത്. അതുപോലെ ഒരാൾ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ഗൂഗിളിന്റെ സഹായം തേടാം, നിങ്ങൾക്ക് AI ടൂൾസിന്റെ സഹായം തേടാം, നിങ്ങൾക്ക് മറ്റ് ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കാം. എല്ലാവരോടും സംസാരിച്ച് നിങ്ങൾ ആരുമാരുമായിട്ട് ബയാസ്ഡ് ആയി പോകരുത്. ചിലപ്പോൾ ചിലവർക്ക് ടീച്ചേഴ്സ് പറയുന്ന, അതായത് നിങ്ങളെ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പറയുന്നതായിരിക്കും നിങ്ങളെ വേദവാക്യം. ഓക്കെ, പക്ഷെ ഞാൻ വേറൊരു ഐഡിയ ആണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് തീരുമാനിക്കാൻ വേണ്ടി പറ്റണം. ഓക്കെ, അതായത് ടീച്ചർമാരെ അഭിപ്രായം എടുക്കണോ, എന്റെ അഭിപ്രായം എടുക്കണോ, അല്ല വേറെ ആരെങ്കിലും അഭിപ്രായം എടുക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് തീരുമാനിക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾ ഉയരേണ്ട സമയം ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴത്തേക്കായി. ഓക്കെ, നിലവിൽ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന വേർതിരിവിലല്ല ഞാനിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളെല്ലാം സയൻസ് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ് എന്നുള്ള ധാരണയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ്, നിങ്ങളെ സെൽഫ് റിഫ്ലക്ഷൻ എന്ന കാര്യമാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, സെൽഫ് റിഫ്ലക്ഷൻ ഇൻ ദ സെൻസ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സെൽഫ് റിഫ്ലക്ഷൻ എന്നുള്ളത് കൊണ്ട്? ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾ ആലോചിക്കാം. എന്നിട്ട് നിങ്ങൾ നിലവിൽ എന്താണ് ഇവിടെ നടക്കുന്നത്? നിലവിൽ നിങ്ങൾ കോളേജിൽ പോകുന്നു, രാവിലെ പോകുന്നു, വൈകുന്നേരം വരെ കോളേജിൽ ഇരിക്കുന്നു, നിലവിൽ ഓണം വെക്കേഷൻ ആയതുകൊണ്ട് സമാധാനത്തിൽ വീട്ടിലിരിക്കുന്നു. സ്റ്റിൽ കുറെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടാവും, അത് നിങ്ങൾ എഴുതുന്നുണ്ട്. യാന്ത്രികമായി പോകുന്ന ഒരു ലൂപ്പിലാണ് നിങ്ങൾ ഉള്ളത്. ഓക്കെ, ഒരു ലൂപ്പിലാണ്. രാവിലെ എണീക്കുന്നു, കോളേജിൽ പോകുന്നു, കോളേജിലെ ആക്ടിവിറ്റികൾ കഴിയുന്നു, നേരെ വീട്ടിൽ വരുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും പോകുന്നു. അങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്, ഒരു ലൂപ്പിലാണ് നിങ്ങൾ ഉള്ളത്. ഓക്കെ, ആ ലൂപ്പ് നിങ്ങൾ പൊട്ടിച്ച് പുറത്ത് കിടക്കേണ്ട സമയം കടന്നു. ഓക്കെ, അതായത് നിങ്ങളെ കോളേജിലെ ലൈബ്രറി എക്സ്പ്ലോർ ചെയ്യുക, നിങ്ങളെ കോളേജിലെ മറ്റ് ടീച്ചേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളെ മുന്നിൽ സീനിയേഴ്സ് എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഇന്നലെ പൊട്ടിമുളച്ച ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കില്ല, കാലങ്ങളുടെ പാരമ്പര്യം പേറിയിട്ട് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളായിരിക്കും. ഏകദേശം 60കളിലോ 70കളിലോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 50 വർഷത്തെയോ 40-50 വർഷങ്ങളുടെ പാരമ്പര്യം പറയാനുള്ള ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളെ കോളേജിൽ നിങ്ങൾ പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അവർക്കൊരു കാര്യങ്ങൾ പറയാനുണ്ടാവും, ഓരോ കഥകൾ അവർക്ക് പറയാനുണ്ടാവും. ഓക്കെ, നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളാണ് എന്ന് പറയുന്നത് പോലെ അവരെ ഒരുപാട് ആൾക്കാരെ കഥകൾ നിങ്ങൾക്ക് കേൾക്കാനുണ്ടാവും. ചിലപ്പോൾ അതേ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ച്, അതേ ഡിപ്പാർട്ട്മെന്റിൽ MSc പഠിച്ച്, അതേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി ചെയ്യുന്ന അധ്യാപകരെ നിങ്ങൾക്ക് പരിചയപ്പെടേണ്ടി വന്നേക്കാം. അപ്പോൾ ലോകം കണ്ട ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ലോകം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും, അത് മൊത്തം നിങ്ങൾ കേൾക്കുക. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലോകത്തിന്റെ ഏതോ ഒരു മൂലക്കിലെ ഏതോ ഒരു ചെറിയ സംസ്ഥാനത്തുള്ള ഏതോ ഒരു ചെറിയ ജില്ലയിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആൾക്കാരാണ് എന്ന ബോധമാണ് നിങ്ങൾക്ക് ആദ്യം വരുന്നത്. ഓക്കെ, നമ്മളൊന്നുമല്ല, നമ്മൾ കംപ്ലീറ്റ്ലി എംപ്റ്റി ആണ് എന്നുള്ള ഒരു ധാരണയിൽ വേണം നമ്മൾ ആൾക്കാരോട് ഇടപഴകാൻ വേണ്ടിയിട്ട്. ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് പൂജയാണ് എന്നുള്ള ധാരണയിൽ വേണം. നിങ്ങൾക്ക് എന്തറിവുണ്ടെങ്കിലും ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ആ അറിവ് വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി പാടില്ല. ഒരു കാരണവശാലും ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് മുൻവിധികളോ മുൻധാരണകളോ പാടില്ല. അയ്യോ, എനിക്ക് ഇയാളോട് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല, അയ്യോ ഇയാളോട് ഞാൻ സംസാരിക്കാൻ പോയാൽ അയാൾ എന്ത് കരുതും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ട് അയാളുടെ അടുത്തേക്ക് പോകണം. അതായത് നിങ്ങൾ ഒരു ടീച്ചറോട് നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരാണ് നിങ്ങളുടെ കോളേജിനകത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ്. അവരെടുത്ത് പോയിട്ട് അവരെ കരിയറിനെ പറ്റി ജസ്റ്റ് ഒന്ന് ചോദിച്ചു തുടങ്ങിയാൽ മതി. ഓക്കെ, ടീച്ചർ എവിടെ MSc ചെയ്ത്, ഓക്കെ മാഷ എവിടെ MSc ചെയ്ത്, അല്ലെങ്കിൽ നെറ്റ് എങ്ങനെയാണ് മാഷെ എളുപ്പത്തിൽ അടിച്ചെടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള തരത്തിലൊക്കെ വളരെ നേച്ചുറലായിട്ട് ആൾക്കാരോട് ഇടപഴകാൻ. ഒരു തരത്തിൽ അഭിനയമാണ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും പറയാം, ഒരു തരത്തിലുള്ള അഭിനയമാണ്. പക്ഷെ ആ അഭിനയം വളരെ നേച്ചുറലായിട്ട് നിങ്ങൾ പ്രോസസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അതിനുശേഷമാണ് നിങ്ങൾക്ക് കരിയർ ഓപ്ഷൻസിനെ പറ്റി അവരുടെ അടുത്ത് നിന്ന് ധാരണ കിട്ടുക. ഓക്കെ, അവരെന്തുകൊണ്ടാണ് ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നത്? വേറെ എങ്ങോട്ടേക്കും പോകാനില്ലാത്തത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണോ, അല്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പഠിപ്പിക്കാൻ മുട്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി കോളേജിലേക്ക് വന്നതാണോ എന്നുള്ള തരത്തിലൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം എന്തൊക്കെ ഓപ്ഷനുകളാണ്.
ഞാൻ ഈ സയൻസ് പഠിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഓപ്ഷനുകളാണ് എൻ്റെ മുന്നിലുള്ളത് എന്നുള്ളത് നിങ്ങൾ ഒരു ഗ്രാഫ് പോലെ, ഒരു സ്കെച്ച് പോലെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ +2 കഴിഞ്ഞിട്ട് MBBS പോകാൻ വേണ്ടി വിചാരിച്ച ഒരാളായിരുന്നു. എനിക്ക് മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അഭിനിവേശം തോന്നുന്ന ഒരു ഫീൽഡായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ റിപ്പീറ്റിന് പോയിട്ട് രണ്ടാമത്തെ ദിവസം എനിക്കത് മടുത്തപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. രണ്ടാമത്തെ ദിവസം, ശ്രദ്ധിക്കണം, രണ്ടാമത്തെ മാസമല്ല, രണ്ടാമത്തെ വർഷമല്ല, രണ്ടാമത്തെ ദിവസം എനിക്ക് റിപ്പീറ്റ് മടുത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഒരേ ഒരു ഓപ്ഷൻ ഡിഗ്രിക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അന്നേരം എനിക്ക് അറിയുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയും, ആൾക്കാരോട് ചോദിച്ചപ്പോൾ പയ്യന്നൂർ കോളേജ് നല്ല കോളേജും എന്ന് പറഞ്ഞത് കൊണ്ട്, നല്ല ഡിപ്പാർട്ട്മെന്റ് ഏതാന്ന് ചോദിച്ചപ്പോൾ +2 കിട്ടിയ കൊട്ടക്കണക്കിന് മാർക്ക് കൊണ്ട് പയ്യന്നൂർ കോളേജിൽ കെമിസ്ട്രിക്ക് അഡ്മിഷൻ കിട്ടിയ ഒരാളാണ് ഞാൻ. അല്ലാതെ കെമിസ്ട്രി പഠിക്കണമെന്നോ കെമിസ്ട്രി പഠിച്ചാൽ എന്തെങ്കിലും ആവുമെന്നോ എന്നുള്ള ധാരണയിൽ കെമിസ്ട്രിയിലേക്ക് എത്തിപ്പെട്ട ഒരാളല്ല ഞാൻ. ഓക്കെ, സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് PSC പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് PSCയുടെ നൈറ്റ് ക്ലാസ്സിന് പോയി ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. ഓക്കെ, അന്നേരം സെമ്മ് പഠിക്കണോ PSC പഠിക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ബേസിക്കലി. പക്ഷെ പിന്നെ ഒരു തിരിച്ചറിവാണ്, സെക്കൻഡ് ഇയർ കഴിയുന്ന സമയത്ത് നമുക്കൊരു തിരിച്ചറിവാണ് വരിക. കാരണം ഞാൻ PSC പഠിക്കേണ്ട ഒരാളല്ല, ഞാൻ കെമിസ്ട്രിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരാളാണ് എന്നുള്ള ഒരു ബോധോദയം നമുക്ക് വരും. ഓക്കെ, ആ ബോധോദയം വന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്തത്, കെമിസ്ട്രിയിൽ തന്നെ പെർസ്യൂ ചെയ്യുക എന്ന് തീരുമാനിച്ചിട്ട് MSc കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടം തുടങ്ങിയത്. ഓക്കെ, ആ തിരിച്ചറിവ്, ഞാൻ BSc നിർത്തണോ അല്ല MScക്ക് പോകണോ എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വരേണ്ട സമയം എന്ന് പറയുന്നത് സെക്കൻഡ് ഇയർ കഴിയുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് വരണം. അല്ലെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അല്ലെങ്കിൽ കുറച്ച് പ്രയാസമാകുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ ഇനി വരുന്ന സമയത്ത് പറയാം, സ്ലൈഡുകളിൽ പറയാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു ഇന്റേൺഷിപ്പ് എങ്കിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നതാണ്. ഇന്റേൺഷിപ്പ് നിർബന്ധമാണ്. ഇന്റേൺഷിപ്പ് നിർബന്ധമാണ് എന്നുള്ളതിന് ഒറ്റ കാര്യമില്ലൂ, അതാണ് നമ്മളെ മാർക്കറ്റ് റെഡിയാക്കുന്ന ആദ്യത്തെ ഘടകം. ഞാൻ കെമിസ്ട്രി പഠിച്ച ഒരാളാണ്, നിങ്ങൾ സുവോളജി പഠിച്ച ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സയൻസ് സബ്ജക്ട് പഠിച്ച ഒരാളാണ്. ഞാനിപ്പോൾ ഒരു റിക്രൂട്ടർ ആണ് എന്ന് വിചാരിക്കുക, ഞാനൊരു കമ്പനിയാണ്. ഞാൻ നിങ്ങളെല്ലാവരും ഇന്റർവ്യൂ ചെയ്തു. ഇപ്പൊ ഒരു 34ഓളം പേര് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാം. ഓക്കെ, ഇന്റർവ്യൂ ചെയ്യാണെന്ന് പറയുന്ന സമയത്ത് നിങ്ങളോട് ഞാൻ പല കാര്യങ്ങളാണ് ചോദിക്കുക. നിങ്ങളെ സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള, നിങ്ങളെ പ്രാക്ടിക്കൽ സ്കിൽസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ കൂടുതലും ചോദിക്കാം. നിങ്ങൾ ചിലപ്പോൾ സുവോളജി പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൽ? സുവോളജി പഠിക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് പറയണേ, ഉണ്ടോ? സുവോളജി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് ഞാൻ സദേൺ ബ്ലോട്ടിങ്ങിന്റെയും വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിന്റെയും നോർത്തേൺ ബ്ലോട്ടിങ്ങിന്റെയും ഒക്കെ കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ SDS പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്കായിരിക്കും ഞാൻ ചോദിക്കുക. ബോട്ടണിക്കാരെ ഇപ്പോൾ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ബോട്ടണിക്കാരോട് ഞാൻ എന്റെ അറിവ് വെച്ചിട്ട് ഞാൻ ഫൈറ്റോ കെമിസ്ട്രി റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും ബോട്ടണിക്കാരോട് ഞാൻ പ്രധാനമായിട്ട് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഫിസിക്സുകാരാണെങ്കിൽ അവരോട് ഞാൻ വല്ല XRD, അതേപോലെ സെമ്മ്, ടെമ്മ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഇൻസ്ട്രുമെന്റുകൾ ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റുകളുമായി ബന്ധപ്പെട്ടുള്ള കുറെ പോയിന്റുകൾ ഞാൻ ചോദിക്കും. എനിക്കറിയുന്നതല്ലേ ചോദിക്കാൻ പറ്റും. ഓക്കെ, കെമിസ്ട്രിക്കാരാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, അതിനെ പറ്റിയൊക്കെ ഞാൻ ചോദിക്കും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും BSc പഠിക്കുന്ന ഒരാൾക്ക് അറിയാൻ സാധ്യത കുറവാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും BSc പഠിക്കുന്നവർക്ക് അതിന്റെ A to Z കാര്യങ്ങൾ അറിയാൻ സാധ്യത കുറവാണ്. അതിന് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്, നിങ്ങൾ തിയറി പഠിക്കും, നിങ്ങൾ എല്ലാവരും തിയറി പഠിക്കും, എല്ലാ തിയറിയും പഠിക്കും. ഒരു സെക്കൻഡ്, കുറച്ച് പേര് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ, ആ അപ്പൊ ഇതിലെ വിഷയം എന്ന് പറയുന്നത്, ആ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളെ പറ്റി തിയറട്ടിക്കൽ ധാരണയുണ്ടാവും, പക്ഷെ അതായിരിക്കില്ല ഒരു ലാബ് സ്പേസിൽ നമ്മൾ ബിഹേവ് ചെയ്യണം. ഓക്കെ, അതായത് ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ നാളെ ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്കില്ലില്ലാത്തതായിരിക്കും. നിങ്ങൾക്ക് സ്കില്ലില്ല എന്ന് നിങ്ങളെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. നിങ്ങൾ ലാബ് സ്പേസിലേക്ക് നടന്നു വരുന്നത് തൊട്ട് നിങ്ങളെ അസസ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ഇവൻ നിങ്ങൾ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങളെ പ്രൊഫസേഴ്സിന് കൃത്യമായിട്ട് അറിയാം, അല്ലെങ്കിൽ നിങ്ങളെ മെന്റർക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾക്ക് ഒരു തേങ്ങ അറിയില്ല. ഓക്കെ,
നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയോ, നിങ്ങൾക്ക് തിയറി ബേസ്ഡ് നിങ്ങൾ കിട്ടില്ലാണ്. ഓക്കെ, ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അത്രയും സ്മൂത്ത് ആയിട്ട് നിങ്ങൾ തിയറി പറയും. ഓക്കെ, പക്ഷെ ഒരു ലാബ് സ്പേസിൽ കയറിയിട്ട്, അതായത് ചോറ് വെക്കാൻ നിങ്ങൾക്ക് തിയറിറ്റിക്കലി എഴുതി ഫലിപ്പിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ചോറ് വെക്കാൻ ഒരു സ്കില്ല് വേണമല്ലോ. അടുക്കളയിൽ കയറി ചോറ് വെക്കാൻ ഒരു സ്കില്ല് വേണമല്ലോ. ദോശയാക്കാൻ നമുക്ക് അറിയാം, ദോശയാക്കാൻ കൂട്ടെടുത്തിട്ട് കൂട്ടാക്കുന്ന പ്രോസസ്സ് വേറെ. കൂട്ടെടുത്തിട്ട് ദോശക്കല്ലിൽ നമ്മൾ ഒഴിച്ച് നമ്മളത് വട്ടം കറക്കി കഴിഞ്ഞാൽ ദോശ ഈസ് റെഡി എന്നൊരു കൈൻഡ് ഓഫ് അപ്രോച്ച് നമുക്ക് ഉണ്ട്. പക്ഷെ അടുക്കളയിൽ കയറിയിട്ട് ഇതിന്റെ ഹീറ്റ് കൃത്യമായി കൺട്രോൾ ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കൂ, ദോശയാവും. ആ ഹീറ്റ് കൺട്രോൾ ചെയ്യാനുള്ള പോയിന്റ് നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു മീഡിയം ഇതിൽ വെച്ച് കഴിഞ്ഞാൽ, മീഡിയം ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തി വെന്ത് കിട്ടും എന്നൊരു ഐഡിയയിൽ നമ്മൾ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. പക്ഷെ ആ മീഡിയം ഹീറ്റ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതായത് ഇത് കുക്കിങ്ങിന്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയാനുള്ളത് നമുക്ക് കുറച്ച് ഈസിലി റിലേറ്റബിൾ ആവുന്നുണ്ടാവും. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ഒരു ലാബ് സ്പേസിൽ കയറി കഴിഞ്ഞാൽ, നിങ്ങൾ മൈക്രോ പിപ്പറ്റ് കണ്ടിട്ടുണ്ടോ? ഇതിൽ എത്ര പേര് മൈക്രോ പിപ്പറ്റ് കണ്ടവരുണ്ട്? മൈക്രോ പിപ്പറ്റ് നമ്മളെ സാധാരണ ലാബിൽ ഇങ്ങനെ വലിക്കുന്ന വലിയ പിപ്പറ്റ് അല്ല. ആ പിപ്പറ്റ് എല്ലാം നിർത്തലാക്കേണ്ട കാലം കഴിഞ്ഞു. മൈക്രോ പിപ്പറ്റ് കണ്ടിട്ടുണ്ട്. അത്യാവശ്യം പൈസയുള്ള ഒരു സാധനമാണ് മൈക്രോ പിപ്പറ്റ്. കണ്ടവരുണ്ടൊക്കെ പറയണേ ചാറ്റ്. ഐ എം എ മൈക്രോബയോളജി സ്റ്റുഡന്റ്, യൂസ് ആക്കിയിട്ടുണ്ട്. യെസ്. മറ്റുള്ള ആരെങ്കിലും മൈക്രോ പിപ്പറ്റ് കണ്ടിട്ടുണ്ടോ? മൈക്രോബയോളജിയിലെ ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. യെസ്, ഐ ആം ഓൾസോ. നോ. യാ. അപ്പൊ ഇത്രയുള്ള കാര്യം. മൈക്രോ പിപ്പറ്റ് എന്ന് പറയുന്നത് പിപ്പറ്റിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ്. ലൈക്ക് അതിൽ നമുക്ക് മൈക്രോ റേഞ്ചിലൊക്കെ നമുക്ക് മെഷർമെന്റ്സ് എടുക്കാൻ വേണ്ടി പറ്റും. കുറച്ച് എക്സ്പെൻസീവ് ആണ്. നല്ല വൃത്തി യൂസ് ചെയ്തില്ലെങ്കിൽ സാധനം അടിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ പോലും നമ്മൾ കോളേജ് ലൈഫിൽ കാണുന്നത് വളരെ കുറവാണ്. നമ്മൾ കണ്ടിട്ടുള്ള എക്സ്പെൻസീവ് ഇൻസ്ട്രുമെന്റിന്റെ കാറ്റഗറിയിൽ വരുന്നത് മാക്സിമം ഒരു മൈക്രോസ്കോപ്പ്, ആ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിക്കുന്ന സമയത്ത്, യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കുന്ന MSc പോലും നേരാമണത്തിലുള്ള വലിയ വലിയ ഇൻസ്ട്രുമെന്റ്സ് കാണാറില്ല. ഓക്കെ, അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ഉപകരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും മികച്ച സ്ഥലങ്ങൾ തേടി പോകാൻ വേണ്ടി നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി എക്സ്പ്ലോർ ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ എവിടെയും കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുക എന്നുള്ളതല്ല നിങ്ങൾ ഐഡിയ വേണ്ടത്. ഏറ്റവും മികച്ച സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്ത് കുറയ്ക്കുക. നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് വേണം. ഇപ്പൊ ഞാൻ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, എനിക്ക് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ അറിയില്ല. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇന്റേൺഷിപ്പിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നോ, ഇന്റേൺഷിപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ, ഇന്റേൺഷിപ്പ് ചെയ്യാൻ അറിയാം, പക്ഷെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് എല്ലാ വർഷവും സമ്മർ റിസർച്ച് ഫെലോഷിപ്പ് വിളിക്കും. ഓക്കെ, അത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ, അല്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് പോയിട്ട് 2 മാസത്തെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 5000 രൂപ ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് തന്നിട്ടുള്ള, അങ്ങനെ ഒരു 10,000 രൂപ നമുക്ക് സ്റ്റൈപ്പൻഡ് തരുന്ന ഒരു വലിയ പരിപാടിയാണ് സമ്മർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ചാനൽ വഴി മാത്രമേ ഇന്റേൺഷിപ്പിന് എന്റെ 3 വർഷം ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, എനിക്കറിയില്ല ഇന്റേൺഷിപ്പ് ചെയ്യണോ ചെയ്യണ്ടോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സാഹചര്യവശാൽ ഇങ്ങനെ പേപ്പറിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഷെയർ ചെയ്തിട്ടോ കിട്ടുന്ന അറിവാണ്. ഞാൻ 2015-18 BSc കെമിസ്ട്രി പഠിക്കുന്നത്. ആ സമയത്ത് സ്മാർട്ട് ഫോണുകൾ മാക്സിമം ആക്റ്റീവ് ആവുന്ന കാലഘട്ടം കൂടിയാണ്. ഓക്കെ, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് ഇപ്പോ സെർച്ച് ചെയ്യുന്ന അത്രയും ലാഘവത്തില് നമ്മൾ മുന്നേ സെർച്ച് ചെയ്ത് പോയിട്ടില്ല. ഓക്കെ, മുന്നേ സെർച്ച് ചെയ്ത് പോയിട്ടില്ല. ഇപ്പൊ എന്ത് ചെയ്താലും നമ്മൾ ചാറ്റ് ജിപിടിനോട് ചോദിക്കും, അല്ലെങ്കിൽ ഡീപ്സീക്കിനോട് ചോദിക്കും, അല്ലെങ്കിൽ പെർപ്ലക്സിറ്റിനോട് ചോദിക്കും. ഓക്കെ, അതേപോലെ 2019 വരെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. 2019 തൊട്ടൊക്കെയാണ് വല്ലാതെ നമ്മൾ സയൻസ് ഫീൽഡിലേക്ക്, എന്റെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരൊക്കെ പരമാവധി ഫോൺ യൂസ് ചെയ്തും അല്ലെങ്കിൽ ഗൂഗിൾ യൂസ് ചെയ്തും കാര്യങ്ങൾ തപ്പാൻ വേണ്ടി തുടങ്ങി. അതുവരെ യൂസ് ചെയ്യുമായിരുന്നു, പക്ഷെ എക്സ്റ്റെൻസീവ് യൂസ് ഉണ്ടായിരുന്നില്ല.
അപ്പൊ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യണമെന്ന് അറിയില്ല. എന്റെ കൂടെ ഒരാൾ പോലും അപ്ലൈ ചെയ്തിട്ടില്ല. ഒരു ഇന്റേൺഷിപ്പ് എന്റെ ക്ലാസ്സിലെ 37 പേരിൽ ഒരാൾ പോലും ഇന്റേൺഷിപ്പ് ചെയ്തിട്ടില്ല BSc കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത്. MSc കെമിസ്ട്രി പഠിക്കുന്ന സമയത്താണ് കുറച്ചും കൂടെ ലോകം കാണാൻ മനസ്സിലായത്. ഞാൻ കുസാറ്റിലാണ് MSc കെമിസ്ട്രി പഠിച്ചത്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ. ഓഫ് കോഴ്സ് അവിടെ ഹെക്ടിക് പ്രഷറാണ്. നമ്മൾ MSc പഠിക്കുന്ന സമയത്ത് വളരെയധികം പ്രഷർ ഉണ്ടാവും. പക്ഷെ സ്റ്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും. എന്താണ് റിയാലിറ്റി, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, ആരൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കാർ ആരൊക്കെ ആയിരിക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ ക്ലിയർ കട്ട് ധാരണ നമുക്ക് MSc പഠിക്കുന്ന സമയത്ത് കിട്ടും. ആ സമയത്ത് കിട്ടുന്ന നെറ്റ്വർക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിലും ഭീകരമായിരിക്കും. അത് നിങ്ങൾ എപ്പോഴേ തുടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. BSc പഠിക്കുന്ന സമയത്തെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ധാരണ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇന്റേൺഷിപ്പുകൾക്ക് ഈ സമ്മർ റിസർച്ച് ഫെലോഷിപ്പ് വഴിയോ അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്റേൺഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യാം. ഇന്ന് നമ്മൾ ഈ സെഷനിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം ഈ ഇന്റേൺഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ഇയർ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സമ്മർ വെക്കേഷനിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗകര്യമുണ്ട്, സമയമുണ്ട്. അതുപോലെ FIUGP-കാരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നിലവിലില്ല. FIUGP-കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 60 അവർ ഇന്റേൺഷിപ്പ് വളരെ കമ്പൾസറിയാണ്. സെറ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെറ ബേസിക്കലി പ്രൊവിഡൻസ് മോൺസ് കോളേജ് കോഴിക്കോടുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഇയറിൽ നമ്മൾ 60 അവറിന്റെ ഒരു ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ബേസിക്കലി AI ടൂൾസ് ഫോർ റിസർച്ച്, അതേപോലെ എക്സൽ, നമ്മുടെ ഗൂഗിൾ ഡോക്ക്, ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ സ്ലൈഡ്സ്, AI ടൂൾസ് ഫോർ റിസർച്ച്, പിന്നെ പൈത്തന്റെ ബേസിക്സ്, അതുപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ടും, പിന്നെ ഇപ്പൊ കുറച്ചും കൂടെ മാറി ബയോടെക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ ഇന്റേൺഷിപ്പ് നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ പിന്നെ വരാം, അത് നമുക്ക് പിന്നെ ഒരു ദിവസം സംസാരിക്കാം. പക്ഷെ നിലവിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു പ്രൊഫസർക്ക് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട്, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാം. ഓക്കെ, നിലവിൽ തേർഡ് ഇയർ പഠിക്കുന്നവരാണെങ്കിലും വിഷമിക്കണ്ട. നിങ്ങൾ തേർഡ് ഇയർ കഴിഞ്ഞിട്ട് ഒരുപാട് സമയം കിട്ടും. ആ സമയത്ത് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യാം. ഇതെല്ലാം പെയ്ഡ് ആവണം എന്നില്ല. എല്ലാ ഇന്റേൺഷിപ്പുകളും നിങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ തരണം എന്ന് ഒരു നിർബന്ധവും. ചില സമയം നിങ്ങൾക്ക് ഇങ്ങോട്ടും പൈസ തരില്ല, നിങ്ങൾ അങ്ങോട്ടും പൈസ കൊടുക്കേണ്ടി വരില്ല. ചില സമയം നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും, ചില സമയം നിങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും. ഓക്കെ, അപ്പോൾ മണി ബേസിസിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാര്യങ്ങൾ കാണാനേ പാടില്ല. ഓക്കെ, നിങ്ങൾ ഒരു 2 ലക്ഷം റുപ്യ, ഞാനൊരു സാമ്പിൾ പറയുന്നു, ഒരു 2 ലക്ഷം റുപ്യ, അത്രയൊന്നും വേണ്ട, 1 ലക്ഷം റുപ്യ നിങ്ങളെ കയ്യിൽ നിന്ന് ചെലവാക്കി കഴിഞ്ഞാലും അത്രയും ചെലവാക്കണമെന്നും ഞാൻ പറയുന്നില്ല. 1 ലക്ഷം റുപ്യ ഒക്കെ നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പുകൾക്ക്, ഒരുപാട് ഇന്റേൺഷിപ്പുകൾക്ക് നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും നാളെ അത് നഷ്ടമായിട്ട് വരില്ല. കാരണം അത് CV ബിൽഡിങ്ങിലേക്ക് വളരെ വലിയ സാധ്യതകളാണ് തുറന്നു തരുന്നത്. ഓക്കെ, കാരണം നിങ്ങൾ ഒരു 2 മാസം നിങ്ങളിപ്പോ ബാംഗ്ലൂർ പോയി നിൽക്കും, അല്ലെങ്കിൽ 2 മാസം നിങ്ങൾ നിങ്ങളുടെ കോളേജിന്, നിങ്ങളെ നാട് വിട്ട് വേറൊരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭക്ഷണം, താമസം അടക്കം നിങ്ങൾക്കൊരു 2000 3000 റേഞ്ചിൽ പൈസ ചെലവായി എന്ന് വിചാരിച്ചു. നിങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങോട്ടേക്ക് പൈസ കൊടുക്കുന്നതാണെങ്കിൽ ഒരു 3000 കൊടുക്കേണ്ടി വന്നു വിചാരിച്ചു. എല്ലാം കൂടെ ഒരു 10,000 റുപ്യന്റെ ചെലവ് നിങ്ങൾക്ക് ഒരു 2 മാസത്തെ ഇന്റേൺഷിപ്പിൽ വന്നാലും അതൊരു ഭീകരമായിട്ടുള്ള നഷ്ടമല്ല. ഓക്കെ, ആ സമയം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കറിയാം നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ സമയവും നിങ്ങൾ എൻജോയ് ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, സമ്മർ വെക്കേഷനിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കളിച്ച് ചിരിച്ച് നടക്കേണ്ട സമയം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാവാൻ വേണ്ടിയിട്ട്, ഓക്കെ, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, വളരെ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് വളരെ കഷ്ടപ്പെട്ട് ഒരു ഇന്റേൺഷിപ്പ് ചെയ്ത് തീർക്കുകയാണ്. അപ്പൊ ആ സമയത്തിന് നിങ്ങൾ വില കൽപ്പിക്കണം. ആ സമയത്ത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിക്കുകയും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരമാവധി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഒരു കമ്പനിയിലാണ് ഇന്റേൺഷിപ്പ് ചെയ്തതെങ്കിൽ ആദ്യം തന്നെ കമ്പനിയിലേക്ക് പോകരുത്. ആദ്യം നിങ്ങൾ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചെയ്യാം. ഏതെങ്കിലും ഒരു സപ്പോസ് IIT, ഐസർ, അങ്ങനെയുള്ള ഏതെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഇന്റേൺഷിപ്പുകൾ വരും, അല്ലെങ്കിൽ ഓഫ്ലൈൻ ഇന്റേൺഷിപ്പുകൾ തന്നെ വരും. ഇപ്പോൾ സെറേന്റെ ഇന്റേൺഷിപ്പുകളൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അത് വരുന്ന സമയത്ത് ആദ്യം ഒരു ബേസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ മെല്ലെ മെല്ലെ അവിടുന്ന് ഉണ്ടാക്കുന്ന കണക്ഷൻസ് വഴി അപ്ഗ്രേഡ് ചെയ്ത് പോവാം. ഫസ്റ്റ് ഇയർ ആണെങ്കിൽ തേർഡ് ഇയർ എത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കമ്പനിയിലേക്കെങ്കിലും ഒരു ഇന്റേൺഷിപ്പിന് പോയിട്ടുണ്ടാവാം. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒരു കപ്പാസിറ്റിയിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി നിരന്തരം ഇനി ഞാൻ സെഷൻസ് നടത്താൻ വേണ്ടി തയ്യാറാണ്, നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ. അന്നേരം കിട്ടുന്ന സ്കില്ലുകൾ നിങ്ങൾ പരമാവധി പോളിഷ് ചെയ്ത് എടുക്കുക. അവിടെ നിന്ന് ഒരുപാട് ഗൈഡൻസ് നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, ഇനീഷ്യലി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സ് നാളെ തന്നെ, അല്ലെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞ് പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടീച്ചർ ഉണ്ടാവും. ഓഫ് കോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ ടീച്ചേഴ്സിനോടും നിങ്ങൾക്ക് അങ്ങനെ ഒരു
വിരോധമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഏതെങ്കിലും ഒരു ടീച്ചറോട് നിങ്ങൾക്ക് അകമഴിഞ്ഞ താല്പര്യവും സ്നേഹവും അങ്ങോട്ടേക്ക് ഉണ്ടാവും. ആ ടീച്ചർക്ക് തിരിച്ച് ഇങ്ങോട്ടേക്കും ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക? അവരോട് പോയിട്ട് ചോദിക്കുക. അത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അവരോട് പോയിട്ട് ഇതേ കണക്ക് ഒരാൾ ഇന്റേൺഷിപ്പ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട്, എന്നാ ചെയ്യേണ്ടതെന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അവര് നിങ്ങൾക്ക് വഴികൾ തുറന്നു തരും. ഓക്കെ, അവരെന്തെങ്കിലും തരത്തിലുള്ള വഴികൾ, അവർക്ക് ഇനി അവരെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അവർ വേറെ ആരെങ്കിലും സഹായം ചോദിച്ചിട്ട് നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ടീച്ചേഴ്സിനെ ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കേണ്ടത്. അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാതെ, അല്ലെങ്കിൽ അവരെ വേറൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ അവരെ ഉപയോഗിക്കാം, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ആദ്യത്തെ കാര്യം. നിങ്ങൾ ഇന്റേൺഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിപ്പോ കേൾക്കുന്ന 2-3 ഫ്രണ്ട്സ് ഇപ്പൊ ഒരുമിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സി വി റെഡിയാക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? പരമാവധി അകലം പാലിക്കുക, തമ്മിൽ അകലം പാലിക്കുക. നിങ്ങൾ എല്ലാവരും ഒരേപോലെ സി വി തയ്യാറാക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒരു കാരണവശാലും ഒരു കാരണവശാലും ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് ആയിട്ടിന്. ഓക്കെ, ചിലവർക്ക് ജോയിൻ ചെയ്യാൻ ചെറിയൊരു പ്രയാസം പറയുന്നു. ചിലപ്പോൾ നെറ്റ്വർക്കിൽ ഇഷ്യൂ ഉണ്ട്, ഇങ്ങനെ ഒരു പ്രയാസം വരാറുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെ കിട്ടുന്ന ഗൈഡൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? പരമാവധി ഉപയോഗിക്കുക. പിന്നെ ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പോർട്ട്ഫോളിയോ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് സി വി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും, നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുണ്ടെങ്കിലും നിങ്ങൾ എന്തിനാണ് അത് ഉപയോഗിക്കേണ്ടത്? നിങ്ങൾ അത് ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ സി വിയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാളെ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഐ ഡി കാർഡ് കാണിച്ചിട്ട് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സി വി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആൾക്കാരെ പരിചയപ്പെടുത്താൻ വേണ്ടി പറ്റണം. ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ സി വി വെച്ചിട്ടായിരിക്കും. ഓക്കെ, എന്റെ സി വി ഒക്കെ 5-6 പേജ് ഉണ്ട്. 5-6 പേജിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെ പറ്റിയൊക്കെ എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റും. ആ കപ്പാസിറ്റിയാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ സി വി എന്ന് പറയുന്നത് നിലവിൽ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവില്ല. നിങ്ങളെ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ നിങ്ങളെ കൊണ്ട് സി വി ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിത് നിങ്ങളെടുത്ത് പലരുടെ അടുത്തും മുന്നേ വന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അത് വീണ്ടും എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഒരു റഫായിട്ട് ഒരു സി വി ഉണ്ടാക്കും. ഒരു സി വി ഉണ്ടാക്കിയിട്ട് ആ സി വി ഇങ്ങനെ മതിയോ എന്ന് ചോദിച്ചിട്ട്, എനിക്ക് ഇതേവരെ 2-3 പേരൊക്കെ 3-4 പേരാണ് ഇതുവരെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്റെ സി വി ഇങ്ങനെയാണ്, ഇങ്ങനെ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ മെസ്സേജ് അയക്കും, നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചോ, ഞാൻ നോക്കാം. എനിക്ക് സമയമുള്ള സമയത്തൊക്കെ ഞാനത് നോക്കിയിട്ട് അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ റെഡിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനൊരു അവസരം വേറെ ആരും തരാൻ വേണ്ടി പോകുന്നില്ല. അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള ടീം ആ സി വി അനലൈസ് ചെയ്യും. ഓക്കെ, എന്റെ കൂടെയുള്ള ടീം എന്ന് പറയുന്നത് ചില്ലറ ആൾക്കാരല്ല. എന്റെ കൂടെയുള്ളത് പുറത്ത് യൂറോപ്പിൽ PhD ചെയ്യുന്ന, പോസ്റ്റ് ഡോക്ക് ചെയ്യുന്ന, ഈവൻ സെറയിലെ സയൻസ് മെന്റർ എന്ന് പറയുന്നത് ഡോക്ടർ ജ്യോതി ബി നായരാണ്. തിരുവനന്തപുരംകാരിയാണ്. നിലവില് LMU മ്യൂണിക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ജർമ്മനിയിൽ മേരി ക്യൂറി ഫെലോഷിപ്പ് വാങ്ങിയിട്ട് പോസ്റ്റ് ഡോക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ലൈക്ക് ഏതാണ്ട് ഒരു
₹1.25 കോടി ഫെലോഷിപ്പ് ഒക്കെ വാങ്ങിയിട്ട് പോസ്റ്റ് ഡോക്ക് ചെയ്യുന്ന ആളാണ്. അത്രയും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സെറയിലെ സയന്റിഫിക് അഡ്വൈസറാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആഷ്ബിൻ ജെയ്സൺ നോർവേയിൽ PhD കഴിഞ്ഞു, ഇപ്പൊ സ്വന്തമായിട്ട് ഒരു കമ്പനി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് അനാലിസിസും വെച്ചിട്ട് ഒരു കമ്പനി ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകും. അതേപോലെ നമ്മളെ കൂടെയുള്ള ആൾക്കാർ തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ട്, കെമിസ്ട്രി, ഫിസിക്സ്, അതേപോലെ മറ്റ് ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം വെൽ നോൺ ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയതും അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് പേരുടെ നെറ്റ്വർക്ക് നമ്മളെ കൂടെയുണ്ട്. അതേപോലെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ എങ്ങനെയാണ് അവിടുത്തെ എൻവയോൺമെന്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും ഞങ്ങളെ കൊണ്ട് പറ്റും. അപ്പൊ ചുറ്റിലുള്ള കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കണ്ടു, ഇന്നത്തെ മീറ്റിങ്ങിന് തന്നെ ഉദ്ദേശിക്കാം. ഇന്നത്തെ മീറ്റിങ്ങിന്റെ ഒരു മെസ്സേജ് നിങ്ങൾ ഗ്രൂപ്പിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? സ്വാഭാവികമായിട്ടും നിങ്ങളെ ഫ്രണ്ടിന് അത് ഷെയർ ചെയ്യാം. നിങ്ങളെ ഫ്രണ്ടിന് അത് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പറയാം, ഇതേ കണക്കെ ആരോ എന്തോ പറയുന്നുണ്ട്, ഒന്ന് പങ്കെടുത്ത് നോക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരം കിട്ടിയാലോ. ഞാൻ അല്ലെങ്കിൽ നീ രക്ഷപ്പെടുന്നില്ല മെന്റാലിറ്റിയാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ഈ മെന്റാലിറ്റി എവിടെ പാടില്ല എന്നറിയോ? ഈ മെന്റാലിറ്റി നിങ്ങൾ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഒരു കാരണവശാലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പ്രൊഫസർക്ക് 4-5 പേര് ഒരുമിച്ച് മെയിൽ അയക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ഒരേ കോളേജിലെ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരിക്കുന്ന 4 പേര് എന്നാൽ നമുക്ക് ബാംഗ്ലൂർ പോയി അടിച്ചു പൊളിക്കാം, അല്ലെങ്കിൽ തിരുവനന്തപുരം പോയി അടിച്ചു പൊളിക്കാം എന്നൊക്കെ വിചാരിച്ച്, ചെന്നൈ പോയി അടിച്ചു പൊളിക്കാം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരുമിച്ച് മെയിൽ അയക്കരുത്. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഈ 4 ആൾക്കും കിട്ടൂല. അതേപോലെ നിങ്ങൾ ഒരാള് മെയിൽ അയക്കുന്ന സമയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒന്നിലധികം പ്രൊഫസേഴ്സിന് ഒരുമിച്ച് മെയിൽ അയക്കരുത്. കാരണം അവർ ഉച്ചക്ക് ഒരുമിച്ച് ചോറ് കഴിക്കാനിരിക്കുന്നവരായിരിക്കും, വൈകുന്നേരം ഒരുമിച്ച് ചായ കുടിക്കുന്നവരായിരിക്കും. അപ്പൊ അവരിങ്ങനെ പറയും, ഇതാ ആ പയ്യന്നൂർ കോളേജിലെ ഹരിപ്രസാദ്, ആ ചെക്കൻ എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, ഇന്റേൺഷിപ്പ് ഉണ്ടോ വെച്ചിട്ട്. അപ്പോഴത്തേക്ക് അപ്പുറത്തുനിന്ന് ഒരാൾ പഴംപൊരിയും കടിച്ചുകൊണ്ട് പറയുന്നുണ്ടാവും, ആ ചെക്കനെ എനിക്കും അയച്ചിട്ടുണ്ടല്ലോ, ഇവന്റെ ഐഡിയ എന്നാ? ഞാനാണ് കമ്പ്യൂട്ടേഷൻ, എനിക്ക് താല്പര്യമുള്ളത് കമ്പ്യൂട്ടേഷൻ, ആ ഇരിക്കുന്ന സാറ് ഓർഗാനിക്, മറ്റേ പഴംപൊരി അടിക്കുന്ന സാറ് ഫിസിക്കൽ കെമിസ്ട്രി. ഓക്കെ, അപ്പൊ ഇവര് ഒന്നും തമ്മിൽ അങ്ങ് ഒത്തുപോകാത്തൊരവസ്ഥ. ആ സമയത്ത് എന്ത് ചെയ്യും? മാന്യമായിട്ട് അവർ റിപ്ലൈ തരും, മോനെ നിന്നെ എടുക്കൂല. മനസ്സിലായോ? അപ്പൊ അതേപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പ്രൊഫസർക്ക് അറ്റ് എ ടൈം അയക്കുക. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർക്ക് ഒന്നിലധികം ഫ്രണ്ട്സ് ഒരുമിച്ച് അയക്കാതിരിക്കുക. ഓക്കെ, ഫ്രണ്ട്സ് ഒരുമിച്ച് അയക്കാതിരിക്കുക. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ CV ടെംപ്ലേറ്റ് എല്ലാം സെയിം ആയിരിക്കും. ഇവൻ നിങ്ങളെ മെയിലിന്റെ ബോഡി വരെ സെയിം ആയിരിക്കും. മെയിൽ അയക്കുന്ന ബോഡി വരെ, മോട്ടിവേഷൻ ലെറ്റർ എന്നൊക്കെ പറയും, അതടക്കം സെയിം ആയിരിക്കും. അത് പാടില്ല. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ചുറ്റിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് മറ്റു ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങളെ തൊട്ടടുത്ത് ഒരാളെങ്കിലും ഫ്രണ്ടായിട്ട് ഒരാളെങ്കിലും ഉണ്ടാവുമല്ലോ, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങൾ ചെയ്യുന്ന അബദ്ധാന്നോ അല്ലയോ എന്നുള്ളത് അയാളെങ്കിലും പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുമല്ലോ. ഓക്കെ, എന്നിട്ടും അത് വിശ്വസിക്കരുത്. ഒരു ഫ്രണ്ട്സ് നല്ലതാണെന്നും അബദ്ധാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കരുത്. നിങ്ങൾ വീണ്ടും എക്സ്പ്ലോർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് തീരുമാനത്തിലേക്ക് എത്തുക. അങ്ങനെ തീരുമാനത്തിലേക്ക് എത്താത്ത സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തീരുമാനത്തിൽ എത്താൻ പ്രയാസമാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ നിങ്ങൾ അഡ്വാൻസ് ഡിഗ്രികൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ വർക്ക്ഷോപ്പുകളും സെമിനാറുകളും കോളേജിൽ തന്നെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഞാൻ ഇഷ്ടംപോലെ ഉറക്കം തൂങ്ങിയിട്ടുള്ള ഒരാളാണ്. കോളേജിൽ വർക്ക്ഷോപ്പും സെമിനാറും നടക്കുമ്പോൾ അതിന്റെ ഏറ്റവും പറയിലിരുന്ന്, എനിക്ക് നാണക്കേടുണ്ട് പറയാൻ സ്റ്റിൽ, പക്ഷെ ഞാൻ പറയാം, ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ പറയിലിരുന്ന് ഗെയിം ഒക്കെ കളിക്കുമായിരുന്നു. വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ വലിയ സെമിനാർ, ഇന്റർനാഷണൽ സെമിനാർ നടക്കുന്ന സമയത്ത്, കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ ബാക്കിലിരുന്ന് ഗെയിം കളിച്ചിട്ടുണ്ട്, ഞങ്ങൾ 7 പേര്. ഓക്കെ, പക്ഷെ അന്ന് അറിയില്ലായിരുന്നു ഈ സെമിനാർ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുന്നില്ല, ആര് പറഞ്ഞു തരാനും ഉണ്ടായില്ല. പക്ഷെ അന്ന് കണക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ നേരെ മറിച്ച് കുസാറ്റിൽ പോയ സമയത്ത് അവിടെ ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് നല്ല കണക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതായത് അവിടെ വരുന്ന പ്രോസസ് ഒക്കെ വളരെ ഇമ്മിനന്റ് ആയിട്ടുള്ള പ്രോസസ് ആയിരിക്കും. അവരൊക്കെ ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റികൾ അതിൽ തന്നെ ഒരുപാട് പേരുണ്ടാവും. അവരെടുത്ത് പോയിട്ട് അവർ ചിലപ്പോൾ നമ്മളെ തോള് കൈയിട്ട് വർത്താനം പറയുന്ന ടൈപ്പിൽ നമ്മളെടുത്ത് വന്ന് സംസാരിക്കും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിക്ക് ചെയ്യുക, അവരെ കണക്ഷൻസ് ഉണ്ടാക്കുക, അവരെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ അവരെ ഫോളോ ചെയ്യുക, അവരെ ട്വിറ്റർ ഹാൻഡിൽ ഫോളോ ചെയ്യുക, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. നിങ്ങളെ പ്രൊഫഷണൽ സ്പേസിലെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്പേസിലെ സ്റ്റോക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുവേണ്ടി അല്ലെങ്കിൽ ലിങ്ക്ഡിൻ നിങ്ങൾ എന്തിനാ ഉപയോഗിക്കുന്നത്? കണക്ഷൻസ് ഉണ്ടാക്കാനല്ലേ. ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഉപയോഗിക്കുന്നത് കണക്ഷൻസ് ഉണ്ടാക്കാനാണ്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ലിങ്ക്ഡിൻ ഉപയോഗിക്കുക കണക്ഷൻസ് ഉണ്ടാക്കാൻ. പ്രൊഫഷണൽ കണക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി ലിങ്ക്ഡിൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇല്ലെങ്കിൽ ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക.
നിങ്ങൾ കെമിസ്ട്രി ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ പ്രൊഫൈലിൽ ഞാനൊരു കെമിസ്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ കൊടുത്തോ. അല്ലെങ്കിൽ ഞാൻ ഇതേ കണക്ക് സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്, ഐ ലവ് ടു എക്സ്പ്ലോർ കെമിസ്ട്രി അല്ലെങ്കിൽ ഐ ലവ് ടു എക്സ്പ്ലോർ സയൻസ്, ഞാൻ ഏത് ഫീൽഡിലേക്കും സ്വിച്ച് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള തരത്തിൽ നിങ്ങളെ പോർട്ട്ഫോളിയോ നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഷോ കേസിംഗ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ കൊട്ടക്കണക്കിന് മാർക്ക് ഉണ്ടാവും, പക്ഷെ മാർക്കറ്റിന് നിങ്ങളെ കൊട്ടക്കണക്കിന് മാർക്ക് അല്ല വേണ്ടത്. മാർക്ക് വേണം, അതൊരു വേറെ കേസാണ്. പക്ഷെ അതേസമയം നിങ്ങളെ പ്രൊജക്ഷൻ, നിങ്ങൾ സ്വയം പ്രൊജക്ട് ചെയ്യുന്നതാണ് മാർക്കറ്റിന് വേണ്ടത്. ഓക്കെ, എനിക്കിപ്പോ മാർക്ക് വളരെ കുറവാണ്, പക്ഷെ എന്റെ പ്രൊജക്റ്റ്, ഞാൻ എന്നെ പ്രൊജക്ട് ചെയ്യുന്നത് വേറെ രീതിയിലാണ്, എന്റെ സ്കില്ലുകൾ പ്രൊജക്ട് ചെയ്യുന്നത് വേറെ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്നെ ഉറപ്പായിട്ടും പിക്ക് ചെയ്യും. അതാണ് നടക്കുന്നത്. ഇവിടെയുള്ള കളികൾ മൊത്തം അങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഇനി ഡിഗ്രി, അഡ്വാൻസ്ഡ് ഡിഗ്രിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ PG എൻട്രൻസ് ആ റിലേറ്റഡ് കാര്യങ്ങൾ അതിലേക്ക് ഞാൻ വരാം. ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റികൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ ഒരുപാട് ഉണ്ട്. ഒന്ന് JNCSRന്റെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, ഐസർ പുനെ അങ്ങനെ പ്രോഗ്രാമുകൾ ഇറക്കാറുണ്ട്, ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ ഉണ്ടാവാറുണ്ട്, അതിന്റെ നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ നമ്മളെ IAS, ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിന്റെ സമ്മർ റിസർച്ച് ഫെലോഷിപ്പ് ഉണ്ട്, IIT മദ്രാസിന്റെ സമ്മർ റിസർച്ച് ഫെലോഷിപ്പ് ഉണ്ട്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും സമ്മർ റിസർച്ച് ഫെലോഷിപ്പ് വിളിക്കാറുണ്ട്. ഓക്കെ, ഇതിന് പുറമെ ട്രെയിനിങ് പ്രോഗ്രാംസുകൾ ഉണ്ടാവും. ഇപ്പോൾ RGCB തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഓക്കെ, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, RGCB. അവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റേഷൻ, ഒരുപാട് ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ വേണ്ടി പറ്റും. അത് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട പരിപാടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പൈസ കിട്ടുന്ന പരിപാടികളാണ്. ഓക്കെ, അതിനെപ്പറ്റി നിങ്ങൾ അധികം ടെൻഷൻ ആവണ്ട. പിന്നെ ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്, കേരളത്തിൽ തന്നെയുണ്ട്. അതിന് പുറമെ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഉണ്ട്, വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പുകൾ ഒരുപാടുണ്ട് കേരളത്തിൽ തന്നെ. ഞാൻ ബയോടെക് ഇൻഡസ്ട്രീനെ പറ്റി ഞാൻ പറയാം. ബയോടെക്, ക്ലൈമറ്റ് ടെക്, അഗ്രിടെക്, ഈ 3 ടെക് ഇൻഡസ്ട്രികൾ ഒരുപാട് ഫണ്ട് മാറി മറിയുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയാൽ അത്രയും നല്ലതാണ്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ അതേ ഡൊമൈനിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് കിടക്കണം എന്ന് ആരും പറയുന്നില്ല. ഫ്ലെക്സിബിൾ ആവണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ എന്താ പഠിക്കുന്നത്, സയൻസ് ആണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, അതേപോലെ അലുമിനി നെറ്റ്വർക്കിനെ നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം. നിങ്ങളെ സൂപ്പർ സീനിയേഴ്സ് അല്ലെങ്കിൽ അവരുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ അവരുടെ സീനിയേഴ്സ് ഇല്ലെങ്കിൽ കുറെ കാലം മുമ്പേ പഠിച്ചിറങ്ങിയ ആൾക്കാരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫെച്ച് ചെയ്യണം കൃത്യമായിട്ട്. അവരെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ മനം അടുത്ത് നിർത്തി പോയതാണ്, അല്ലെങ്കിൽ അവരെ ഫീൽഡ് എന്താണ്, അവരെങ്ങനെയാണ്, എന്തൊക്കെയാണ് മുന്നിലേക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടാവും. എന്നാൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോകാൻ വേണ്ടി പറ്റൂ. ചിലപ്പോൾ അവർ ഒരു റെപ്യൂട്ടഡ് കമ്പനീന്റെ എന്തെങ്കിലും ഒരു CEO ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. നിങ്ങൾ ആ കോളേജ് പഠിച്ച പാരമ്പര്യം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ അവർ പിക്ക് ചെയ്താലും, ഓക്കെ, നിങ്ങളെ പിക്ക് ചെയ്താലും അതെല്ലാം ഒരു ലക്കാണ്. ആ സമയത്താണ് ലക്ക് നമ്മളെ ഫേവർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്ത് കഴിവുണ്ടായിട്ടും ആ സമയത്ത് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. പക്ഷെ കഴിവില്ലെങ്കിൽ അന്നേരം പുറത്താക്കും, അത് വേറെ കാര്യം. നമ്മൾ ആദ്യം എടുത്തു നോക്കും, എന്നിട്ട് അവര് മനസ്സിൽ പറയും, ഞാൻ പഠിച്ച കോളേജിൽ തന്നെയാണല്ലേ ഇവനും പഠിച്ച്, ഇവൻ നന്നാവോ എന്നുള്ളൊരു ചോദ്യം ആദ്യം തന്നെ ചോദിക്കും. പക്ഷെ ഇവനെ നന്നാക്കാം എന്ന തരത്തിലാണ് അവർ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല കാര്യമായിരിക്കും. അപ്പോൾ അലുമിനി നെറ്റ്വർക്കിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പഠിക്കണം. ഓക്കെ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞു, JNCSR, അതേപോലെ TFR, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ബ്യൂട്ടിഫുൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടെയും ഒരുപാട് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റികൾ വിളിക്കാറുണ്ട്. വിസിറ്റിംഗ് സ്റ്റുഡന്റ് റിസർച്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് VSRP എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം വിളിക്കാറുണ്ട്. അതേപോലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഇതിൽ ഉണ്ടെങ്കിൽ POCE എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. ഫസ്റ്റ് ഇയർ തൊട്ട്, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, അങ്ങനെ 3 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം JNCSRന് ഉണ്ട്. ഓക്കെ, ആ 3 കൊല്ലം അവർ നിങ്ങൾ ഫണ്ട് ചെയ്യും. 3 കൊല്ലം ഇൻ ദ സെൻസ് എല്ലാ വർഷവും 2 മാസം വീതം അവർ നിങ്ങളെ അവിടെ ട്രെയിൻ ചെയ്യും. ആ 2 മാസം നിങ്ങൾക്ക് ഫണ്ടും ചെയ്യും. അത് POCE, POBE എന്ന് പറഞ്ഞിട്ട് ബയോളജിക്കാർക്കും, POCE എന്ന് പറഞ്ഞിട്ട് കെമിസ്ട്രിക്കാർക്കും ആ പ്രോഗ്രാം ഉണ്ട് നിലവിൽ. ഓക്കെ, ഇതിന് പുറമെ ഐസറുകളും CSIR ലാബുകളും, CSIR ലാബ് കേരളത്തിൽ തിരുവനന്തപുരത്തുണ്ട്, CSIR NIST എന്നാണ് പേര്. മഹാരാഷ്ട്രയിൽ CSIR NCL എന്നാണ്, നാഷണൽ കെമിക്കൽ ലബോറട്ടറി പൂനെ. അതേപോലെ സിക്രിയില് CSIR സിക്രി എന്ന് പറയും. അതിലൂടെ ബാറ്ററി റിസർച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് തമിഴ്നാട്ടിലാണ്. അങ്ങനെ ഒരുപാട് ലാബുകളുണ്ട്. ഓക്കെ, ഇന്റേൺഷിപ്പ് പീരീഡ് പലരും ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്നോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ സമയത്ത് നമുക്ക് സെം എക്സാം ആയിരിക്കും എന്നൊക്കെയാണ് പറയും. അതെല്ലാം ബാലിശമായ വാദങ്ങളാണ്. ഓക്കെ, അതായത് മെയ് ജൂൺ സമയത്ത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സെം എക്സാം ആയിരിക്കാം, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യണം. ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്ത് കിട്ടട്ടെ. കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ആ പ്രൊഫസേഴ്സിന് ആരാണോ നിങ്ങൾക്ക് പൊസിഷൻ തരുന്നത് അവരോട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. അതായത് സാർ, എനിക്ക് ഈ സമയത്ത് കോളേജിലെ സെമസ്റ്റർ എക്സാം വരികയാണ്, അതുകൊണ്ട് എനിക്ക് ഈ ഇന്റേൺഷിപ്പിന്റെ കാലയളവ് കുറച്ച് അപ്പുറത്തേക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ ചോദിക്കണം. ഓക്കെ, പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു ഇന്റേൺഷിപ്പ്, അതായിരിക്കണം ആറ്റിറ്റ്യൂഡ്. അങ്ങനെ വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഗവൺമെന്റ് ജോലി വേണമെന്ന് വാശി പിടിച്ചാൽ നടക്കൂല പരിപാടി. കാരണം ജോബ് മാർക്കറ്റ് കേരള PSCനെയും UPSC പ്രൈവറ്റ് സെക്ടർ, ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കെമിസ്ട്രി സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2020, 2023, ഈവൻ 2025 വരെ എടുത്തു കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷന്റെ എണ്ണം ഏകദേശം 17 നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്. ഇതിലെ കണക്കിന് പുറമെ ഞാൻ 5 കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 17 നോട്ടിഫിക്കേഷനിൽ വന്നതിൽ വേക്കൻസി ഒരു 200+, അത്ര വേക്കൻസികൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഒക്കെ പലവിധ പരീക്ഷകളാണ് നടന്നിട്ടുള്ളത്. എല്ലാം സിമ്പിൾ ആയിട്ടാണ് ചോദ്യങ്ങൾ വരിക. ഇപ്പോൾ സപ്പോസ് കെമിസ്ട്രി ബേസ്ഡ് ഒരു PSC നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ചോദ്യ പേപ്പർ നിലവിൽ 3rd ഇയർ പഠിക്കുന്ന 5th സെം പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് ഞാൻ കെമിസ്ട്രീന്റെ സബ്ജക്ട് PSCന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നു കഴിഞ്ഞാൽ അതിലെ 60 ചോദ്യങ്ങൾ, ഓക്കെ, ഈവൻ ഇല്ലെങ്കിൽ സെറേന്റെ ബാച്ചിലുള്ള IIT JAM CUT PG ബാച്ചിലുള്ള ആർക്കെങ്കിലും ഞാൻ അതിന്റെ ഒരു വർഷത്തെ ഏതെങ്കിലും ഒരു PSC ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിലെ മിനിമം 60 ചോദ്യങ്ങൾ അവർ ചെയ്യും. 60 ചോദ്യങ്ങൾ ചെയ്തിരിക്കും, അത് ഷുവറാണ്. കാരണം അത്രയും കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. അത് BSc പഠിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ വളരുന്ന സമയത്താണ് നമ്മൾ പിറകിലേക്ക് അടിച്ചു പോകുക. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പരീക്ഷയിൽ 74 മാർക്കാണ് കട്ട് ഓഫ്. എനിക്ക് ആ പരീക്ഷയ്ക്ക് 65.67 മാർക്ക് ഉണ്ട്. പക്ഷെ ഞാൻ സപ്ലിമെന്ററി ലിസ്റ്റിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഈവൻ ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് എന്റെ റാങ്ക് 16ആണ്. 2020 നടന്ന നോട്ടിഫിക്കേഷൻ, 2021 നടന്ന പരീക്ഷ, 2022 വന്ന ലിസ്റ്റാണ്. ഇപ്പൊ അത് ലിസ്റ്റിന്റെ കാലാവധി തീർന്നു. 16ആണ് എന്റെ റാങ്ക്, ബട്ട് ജോലി കിട്ടിയില്ല. ഓക്കെ, ഗവൺമെന്റ് സെക്ടർ എന്റെ എയിം അല്ല, പക്ഷെ സ്റ്റിൽ അതിന്റെ ഒരു സെനാരിയോ എന്ന് പറയുന്നത് നമുക്ക് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒഴിവില്ലാഞ്ഞിട്ടല്ല, ഒഴിവുണ്ട്, പക്ഷെ ഉള്ള ഒഴിവിൽ അത്രപ്പോര ഒഴിവ് മാത്രമേ വരൂ. അത്രപ്പോര ഒഴിവിന്റെ ആവശ്യം നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കുണ്ട്. ഇപ്പോൾ ലൈഫ് സയൻസ് പറയുകയാണെങ്കിൽ ഫോറൻസിക് സയന്റിഫിക് ഓഫീസർ ബയോളജി 55,000 റുപ്യാണ് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്. ഓക്കെ, അതേപോലെ ഫോറൻസിക് സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഡോക്യുമെന്റ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഫിസിക്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജിയോ ഫിസിസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജിയോ ഫിസിക്കൽ അസിസ്റ്റന്റ് സംതിങ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. സുവോളജിക്കാരെ സംബന്ധിച്ചിടത്തോളം MSc ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ബോട്ടണിക്കാർക്ക് HSST വരാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. ഓക്കെ, PSC റിലേറ്റഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ UPSCയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ UPSCയിൽ ജിയോ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു പോസ്റ്റ് വരുന്നുണ്ട് കെമിസ്ട്രിക്കാർക്ക്. ജിയോ കെമിസ്ട്രി, കമ്പൈൻഡ് ജിയോ കെമിസ്റ്റ് എക്സാം എന്ന് പറഞ്ഞിട്ടാണ് എക്സാം നടക്കുക. ഓക്കെ, അതേപോലെ പ്രൈവറ്റ് സെക്ടറിലേക്ക് ഞാൻ വരാം. പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് കുറെ കൂടെ ഓപ്പർച്യൂണിറ്റികൾ അധികമാണ്. ഇതിന് പുറമെ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പരീക്ഷ നടക്കും. ഗേറ്റ് പരീക്ഷ ഉപയോഗിച്ചിട്ട് ബേസിക്കലി BSc കെമിസ്ട്രി 3rd ഇയർ പഠിക്കുന്ന സമയത്ത് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു പരീക്ഷയാണ് ഗേറ്റ് എന്ന് പറയുന്നത്. 100 മാർക്കിന്റെ പരീക്ഷയാണ്. ഒരു എളുപ്പമാണ്, പരീക്ഷ പാസ്സാവാൻ എളുപ്പമാണ്. പക്ഷെ ഒരു 45-50 റേഞ്ചിൽ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് 200 താഴെ വരും. എന്നാൽ മാത്രമേ നമുക്ക് അത് വെച്ചിട്ട് ഒരു ജോബ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. ബിലോ 100 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോബ് മാർക്കറ്റിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യാം. അതായത് പബ്ലിക് സെക്ടർ ജോബുകളാണ് നമുക്ക് കിട്ടുക. ബേസിക്കലി കെമിസ്ട്രിയിലാണ് കുറച്ചും കൂടെ സാധ്യതകൾ വരുന്നത്. ഓക്കെ, 3 സയൻസ് ഡൊമൈൻ, ലൈഫ് സയൻസ്, കെമിസ്ട്രി, ഫിസിക്സ് ഡൊമൈനുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റ് ഡൊമൈൻകാർക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടോ? ഹായ് സർ, ഐ എം എ മേജർ ഫിസിക്സ് സ്റ്റുഡൻറ്. 2nd ഇയർ FAUGP വന്നതുകൊണ്ട് 4th ഇയർ CSIR നെറ്റ് എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ. സോ അങ്ങനെ JRF ക്രാക്ക് ചെയ്യാൻ എത്ര ഇന്റൻസ് ആയി പ്രിപ്പയർ ചെയ്യണം? ഞാൻ പറയാം ആദിനാഥ്. നിലവിൽ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഒരു പ്രോബ്ലം നിലവിൽ വരുന്നുണ്ട്. നിങ്ങളത് BSc ഹോണേഴ്സ് എന്നാണ് വരിക. BSc ഹോണേഴ്സുകാർക്ക് നിലവിൽ CSIR നെറ്റ് എഴുതാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണ്. ഞാനത് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഒരു സെക്കൻഡ്. അപ്പൊ മഹാരത്ന, നവരത്ന, മിനിരത്ന, അതായത് നിങ്ങളെ ONGC, നിങ്ങൾ പെട്രോൾ അടിക്കുന്ന പമ്പുകൾ ഉണ്ടാവും, IOCLന്റെ പമ്പുകൾ ഉണ്ടാവും, BPCLന്റെ പമ്പുകൾ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പമ്പുകൾ ഉണ്ടാവും. അതൊക്കെ അവിടേക്കൊക്കെ റിക്രൂട്ട്മെന്റ് വരും. ഗേറ്റ് വഴിയാണ് റിക്രൂട്ട്മെന്റ് നടക്കുക. ഓക്കെ, പിന്നെ ഗേറ്റ് വഴി നിങ്ങൾക്ക് PhDക്കും പോവാം. ഓക്കെ, PhDക്ക് പോവാം.
പിന്നെ അതേപോലെ ഒരുപാട് പരീക്ഷകൾ വേറെ വരും. ഞാൻ അതിലേക്ക് വരാം. പ്രൈവറ്റ് സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കേസ് സ്റ്റഡിയാണ് ഇന്ന് ഈ സെഷനിൽ പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് കെമിക്കൽ ഇൻഡസ്ട്രിയാണ്, മറ്റേത് ബയോടെക് ഇൻഡസ്ട്രിയാണ്. കെമിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സമയത്ത് മൊത്തത്തിൽ ഇന്ത്യയിൽ 11,000 പ്ലസ് കെമിക്കൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, 18,000 പ്ലസ് യു എസിലുണ്ട്. ഓക്കെ. മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നത് ഏകദേശം കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ മാർക്കറ്റാണ് നിലവിലുള്ളത്. ഓക്കെ. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് തേർഡ് ലാർജസ്റ്റ് കൺസ്യൂമർ ഓഫ് പോളിമേഴ്സ് ഇൻ ദ വേൾഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മാർക്കറ്റാണ്. ഇവിടെ എന്തും പോകും, എന്തും കച്ചവടം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. ഏത് കാറ്റഗറി ഓഫ് ആൾക്കാരെടുത്തും കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള സാധനം ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. ഓക്കെ. നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ പറ്റിയിട്ട് തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങളെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇപ്പൊ കുറച്ചും കൂടെ മാറിയിട്ടുണ്ടാവും. നിങ്ങളെ ചെറുപ്പത്തില് അല്ലെങ്കിൽ എന്റെ ചെറുപ്പത്തിലൊന്നും സ്കിൻ കെയർ എന്ന് പറയുന്നത് ആരും ചിന്തിക്കാത്തൊരു മേഖലയായിരുന്നു. ഇപ്പൊ സ്കിൻ കെയർ റുട്ടീൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത ആൾക്കാർ എന്റെ ഏജ് കാറ്റഗറിയിൽ കുറവാണ്. എന്റെ താഴെ വരുന്ന എന്റെ അനിയന്മാർ, അനുജത്തിമാർ, നിങ്ങളെ കാറ്റഗറിയിലും എന്താണ് അത് കുറവാണ്. കൃത്യമായിട്ട് ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാർ എനിക്കുണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ റീസെന്റ് ആയിട്ട് വന്ന കാര്യമാണ്. അവര് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നോക്കിയാൽ മതി. അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ടോപ്പ് മോസ്റ്റ് പ്രൊഡക്റ്റ് ആയിരിക്കില്ല. അവരൊരു മീഡിയം റേഞ്ച് പ്രൊഡക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാൽ സാമ്പത്തിക ശേഷി അത്ര കൂടുതലുള്ള ആൾക്കാർ അതിന്റെ ടോപ്പ് ക്ലാസ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യും. അപ്പൊ രണ്ടാൾക്കാർ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള സാധനം ആരുടെ കയ്യിലുണ്ട്? കോർപ്പറേറ്റിന്റെ കയ്യിലുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓരോ സാധനം എടുത്ത് നോക്കിയാൽ മതി. മിക്കവാറും ഒരേ ബ്രാൻഡ് രണ്ട് കമ്പനി ആയിരിക്കില്ല ഓൺ ചെയ്യുന്നത്. ഒരേ കമ്പനി ഓൺ ചെയ്യുന്ന രണ്ട് ബ്രാൻഡുകളായിരിക്കും നിങ്ങളെ കയ്യിലേക്ക് എത്തുന്നത്. ഓക്കെ. അപ്പൊ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇവിടെ 6th ലാർജസ്റ്റ് സെയിൽ ഓഫ് കെമിക്കൽസ് ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്. ലോക രാജ്യങ്ങളിൽ നോക്കുന്ന സമയത്ത് 6ാമത്തെ പൊസിഷൻ ഇന്ത്യക്കുണ്ട് കെമിക്കൽസ് സെയിൽ ചെയ്യുന്നതിൽ. ഓക്കെ. അപ്പൊ ഇവിടെ എന്തുണ്ട്? കൃത്യമായിട്ടുള്ള മാർക്കറ്റും ഉണ്ട്, കൃത്യമായിട്ടുള്ള ജോലിയും ഇവിടെ ഉണ്ട് പ്രൈവറ്റ് സെക്ടറിൽ. ഓക്കെ. ആ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം. ഇതൊക്കെ നമ്മൾ നിരന്തരമായി യൂസ് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുടെ പേരാണ്. നമ്മൾ ഇവരുടെ ഒക്കെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ നമ്മുടെ പിഡിലൈറ്റ് എന്ന് പറയുന്നത് ഫെവിക്കോളിന്റെ പാരന്റ് കമ്പനിയാണ്. ഓക്കെ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ പെയിന്റ്സിന്റെ ഒട്ടുമിക്ക പെയിന്റ്സുകളും പെയിന്റ് അടിക്കുന്നവരും പരമാവധി സജസ്റ്റ് ചെയ്യുന്ന ഏഷ്യൻ പെയിന്റ്സ് മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കറിയുന്നു, പെട്ടെന്ന് പേരെടുത്ത് പറയാൻ വേണ്ടി പറ്റുന്ന. പിന്നെ മിത്സുബിഷിന്റെ കെമിക്കൽസ് ഉണ്ട്, എൽ ജിന്റെ കെമിക്കൽസ് ഉണ്ട്, ലാങ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ കമ്പനി ഉണ്ട്, നെറോലാക് എന്ന് പറഞ്ഞിട്ട് കാൻസായി നെറോലാക് എന്ന് പറഞ്ഞിട്ടുള്ള അവരെ പെയിന്റിന്റെ ഭയങ്കരമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ആദിത്യ ബിർള പുതിയതായിട്ട് പെയിന്റ് കമ്പനി പെയിന്റിന്റെ മാർക്കറ്റിലേക്ക് വീണ്ടും എൻ്റർ ചെയ്തിട്ടുണ്ട്. സിമന്റ് മാർക്കറ്റ് നിലവിലുണ്ട്. അതായത് ഒരു വീട് കെട്ടണമെങ്കിൽ അതിലേക്കുള്ള മാർക്കറ്റിന്റെ മൊത്തം ബേസിക് സാധനങ്ങളിലേക്ക് നമുക്ക് കെമിസ്ട്രിക്കാർക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സയൻസ് മേഖലയിലുള്ളവർക്കോ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് കടന്നു പോവാം. ഓക്കെ. അതേപോലെ റിലയൻസ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഭീമനാണ്. റിലയൻസും വലിയൊരു ജോലി അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ മുന്നിലാണ്. ഇനി ബയോടെക് ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6,300 ബയോടെക് സ്റ്റാർട്ടപ്പ് നിലവിലുണ്ട്. ഓക്കെ. നിലവിൽ 6,300 ബയോടെക് സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിലുണ്ട്. അത് 10,000 പ്ലസ് ആയിട്ട് 2025 ആകുമ്പോഴത്തേക്ക് ഉയരും എന്നാണ് പറയുന്നത്. 760 പ്ലസ് ബയോടെക് കമ്പനികളുണ്ട്, ചെറുതും വലുതുമായിട്ട് കമ്പനികളും ഉണ്ട്. ഓക്കെ. നിലവിൽ 750 പ്ലസ് ബയോടെക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസും നിലവിൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. കേരളത്തില് തിരുവനന്തപുരത്ത് തോന്നക്കൽ ലൈഫ് സയൻസ് പാർക്ക് ഉണ്ട്. തിരുവനന്തപുരംകാർ ഈ മീറ്റിംഗിൽ ഉണ്ട്, അവർക്ക് അറിയാമത്. മംഗലപുരം ബയോ 360 ലൈഫ് സയൻസ് പാർക്ക് എന്ന് പറയുന്ന വളരെ വലിയ ഒരു ബയോടെക് വിപ്ലവം നടക്കുന്ന ഒരു മേഖല കേരളത്തിലുണ്ട്. അതിന്റെ സെക്കൻഡ് ഫേസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രോസസ്സും മറ്റുള്ള കാര്യങ്ങളും. പിന്നെ ഇതിന്റെ മുന്നിലേക്ക് പോകുന്നത് നമ്മളെ ഫസ്റ്റ് DNA വാക്സിൻ, COVID-19 എഗെയിൻസ്റ്റ് ആയിട്ടുള്ള DNA വാക്സിൻ ഡെവലപ്പ് ചെയ്തത് ഇവിടെയാണ്. അതേപോലെ വേൾഡ് സെക്കൻഡ് ഹയസ്റ്റ് നമ്പർ ഓഫ് USFDA. എന്തിനും നമുക്ക് എന്ത് ചെയ്യണം? FDA റെഗുലേഷൻ ആവശ്യമുണ്ട്. അപ്പൊ ആ FDA റെഗുലേഷൻ അതിന്റെ മാനുഫാക്ചറിങ് പ്ലാന്റ് ഔട്ട്സൈഡ് USA ഉള്ളത് ഇന്ത്യയിലുണ്ട് ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ 1 മണിക്കൂർ സമയമാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ നീക്കി വെച്ചിട്ടുള്ളത്. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഡൗട്ട്, ആദിനാഥിന്റെ ഡൗട്ട് ഞാൻ ഗ്രൂപ്പിൽ ക്ലിയർ ചെയ്ത് തരാം. ആദിനാഥ്, ലൈക്ക് BSc ഓണേഴ്സ് ആവുന്ന സമയത്ത് CSIR നെറ്റ് എഴുതുമോ പറ്റുമോ എന്നുള്ള ഡൗട്ട് എന്നോട് 2-3 പേരായി ചോദിക്കുന്നത്. അത് ഞാൻ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്തിട്ട് പറയാം. ഓക്കെ, വേറെ ഡൗട്ടുകൾ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ. ഇതാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ട നമ്പർ. ടീം സെറാന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും യൂട്യൂബ് ഹാൻഡിലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ 8788630250 അല്ലെങ്കിൽ ഗ്രൂപ്പിലെ അഡ്മിൻ പാനലിലെ ഏതെങ്കിലും നമ്പർ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ PG എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് IIT JAM CUET PG. അത് നമുക്ക് വരുന്ന ഒരു സെഷനിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. പോരെ? ഒരു ഫെയ്ഡ് ഐഡിയ നിങ്ങളെ മനസ്സിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചാൽ വളരെ സന്തോഷം. അത് ടൈപ്പ് ചെയ്യണം നിർബന്ധമില്ല, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാലും എല്ലാവർക്കും കേൾക്കാനും പറ്റും. നമ്മുടെ അടുത്ത സെഷൻ CV ബിൽഡിങ്ങിനെ പറ്റിയിട്ടായിരിക്കും. മൈക്രോബയോളജി ഷുവർ, മൈക്രോബയോളജിക്കാർക്ക് ബയോടെക്കിലേക്ക് കടക്കാം. ബേസിക്കലി മൈക്രോബയോളജിക്കാർക്ക് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബയോടെക് എന്ന് പേര് മാത്രമേ ഉള്ളൂ. ബയോടെക്കിൽ ഞാൻ ബേസിക്കലി മൈക്രോബയോളജിയിൽ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മൈക്രോബാക്ടീരിയൻ ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ക്ഷയത്തിന്റെ ബാക്ടീരിയയിൽ ഞാൻ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കെമിസ്ട്രിയിൽ നമ്മളിപ്പോൾ ഒരു ഡ്രഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഡ്രഗ് നമ്മൾ ആദ്യം മൈക്രോ ലെവലിൽ, മൈക്രോബയോളജി ലെവലിൽ നമ്മൾ ബാക്ടീരിയയിൽ അറ്റാക്ക് ചെയ്ത് നോക്കും നമ്മൾ ഡ്രഗ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വീണ്ടും മോഡിഫൈ ചെയ്ത് പുതിയതാക്കി കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ്, മൈക്രോബയോയും കെമിസ്ട്രിയും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മൈക്രോബയോളജി ലാബ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ടിഷ്യൂ കൾച്ചറും മറ്റേ ടിഷ്യൂ കൾച്ചർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യാം, സെൽ കൾച്ചർ വെച്ചിട്ട് ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യാം. ബേസിക് സെൽ കൾച്ചറും മറ്റു കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്. ഫുഡ് ഇൻഡസ്ട്രി റിലേറ്റഡ് ജോബ് ആഫ്റ്റർ BSc കെമിസ്ട്രി. പോളിമർ കെമിസ്ട്രി സ്റ്റുഡൻ്റ് ആണ്, മാത്സ് മൈനർ ആക്കി സെലക്ട് ആക്കിയിട്ടില്ല, അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ? മാത്സ് മൈനർ ഇൻ ദ സെൻസ് നിങ്ങൾ MScക്ക് പോകുന്ന സമയത്ത് മാത്സ് മൈനർ വേണം എന്നുള്ള തരത്തിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നം, വേറെ തരത്തിൽ പ്രശ്നങ്ങൾ വരാനില്ല. പിന്നെ അത് റെഗുലേഷൻസ് വരും എന്നാണ് നിലവിൽ അറിയുന്നത്. റെഗുലേഷൻസ് മാറി വരും എന്തായാലും. അതിനകത്ത് ഞാൻ ആ നെറ്റിന്റെ കാര്യം ഞാനത് നോക്കിയിട്ട് പറയാം. 75% കിട്ടിക്കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. പിന്നെ നമ്മുടെ ഫിസിക്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ സെൻസ്, ഫിസിക്സിൽ നിങ്ങൾ ഏത് ഭാഗത്തേക്ക് തിരിയണം എന്നുള്ളത് ആദ്യം തീരുമാനിക്കണം. തിയറട്ടിക്കൽ ഫിസിക്സ് വേണോ എക്സ്പെരിമെന്റൽ ഫിസിക്സ് വേണോ എന്നുള്ളത് ഒരു വിഷയമാണ്. എക്സ്പെരിമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ സയൻസിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. മാഗ്നറ്റിസം, മെറ്റീരിയൽ സയൻസ്, ഫ്ലൂറസെൻസ്, ഈ റിലേറ്റഡ് മേഖലകളിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. പിന്നെ എയറോസ്പേസും എഞ്ചിനീയറിംഗും ആ രീതിയിലേക്ക് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. പിന്നെ ഫുഡ് ടെക്നോളജിയിലേക്ക് ഞാൻ വരാം. പിന്നെ ഫിസിക്സിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് കുറെ ഫ്ലൂറസെൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ലുമിനസെൻസ് എന്ന് പറയുന്ന, ഇപ്പോ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിസാമുദ്ദീൻ KM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറുണ്ട്. ആ സാറ് ലുമിനസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ എയറോസ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കേരളത്തിൽ തന്നെ IIST ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. അത് തിരുവനന്തപുരത്താണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. അവിടെ അത്യാവശ്യം നല്ല റിസർച്ചാണ് നടക്കുന്നത്. ഓക്കെ, കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്, ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഹൗ ടു സെലക്ട് വൺ, ഞാൻ വരാം അതിനകത്ത് എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒന്ന് മെസ്സേജ് അയച്ചാൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫിസിക്സിലേക്ക് വരുന്ന സമയത്ത് കെമിസ്ട്രി ഇഷ്ടപ്പെട്ടതാണ്, പക്ഷെ പ്രത്യേകിച്ച് ഒരു എയിമില്ല. ഞാൻ ഫസ്റ്റ് ഇയർ ആണ്, ഞാൻ ഫുള്ളി കൺഫ്യൂസ്ഡ് ആവാനായിട്ടില്ല. ഫസ്റ്റ് ഇയർ ഒന്ന് കഴിയട്ടെ. ഫസ്റ്റ് ഇയർ ഒന്ന് കഴിയുന്ന സമയത്ത് നിങ്ങളെ സെമ്മൽ ഒന്ന് റെഡി ആവും. കോളേജിലേക്ക് നിങ്ങൾ വന്നതേ ഉള്ളൂ.
അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്ന് സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ വരാം. ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആസ്ട്രോബയോളജി നല്ല ഫീൽഡാണ്. ആസ്ട്രോബയോളജിയിൽ നിലവിൽ രമണ അത്രയ എന്ന് പറഞ്ഞിട്ട്, രമണ അത്രയ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രമണ അത്രയ എന്ന് പറഞ്ഞിട്ട് ഐസർ പുണേൽ ഫിസിക്സും എക്കോളജിയും ഡീൽ ചെയ്യുന്ന ഒരു പ്രൊഫസറുണ്ട്. ഓക്കെ, ഫിസിക്സ് ആണ് മെയിൻ ഡൊമൈൻ, പക്ഷെ അയാൾ കുറച്ചും കൂടെ ബയോ ബാക്ക്ഗ്രൗണ്ടിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ്. ആസ്ട്രോബയോളജിയിൽ രമണ അത്രയണ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്നോട് പറയും, നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നന്ദന, കെമിസ്ട്രിയിലെ ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് പറയാം. അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് പറയാം. പിന്നെ നിങ്ങൾ ഒരേ സമയം എനിക്ക് ഫോണിൽ മെസ്സേജ് വരുന്നു, സൂമിലും മെസ്സേജ് വരുന്നു. ഇറ്റ്സ് ഓക്കെ. അതേപോലെ കെമിസ്ട്രി കഴിഞ്ഞ് വേറെ എന്തെങ്കിലും സയൻസ് കോഴ്സ് PG എടുക്കുന്നത് നല്ലതാണ്. ബെറ്റർ ടു സ്റ്റിക്ക് വിത്ത് MSc കെമിസ്ട്രി. ഓക്കെ, എന്നിട്ട് MSc കെമിസ്ട്രിന്ന് പിന്നെ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ഫീൽഡാണെങ്കിലും അതേ ഫീൽഡിൽ നിങ്ങൾ MSc ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, തീസിസ്, മാസ്റ്റർ തീസിസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ചെയ്യണം. MScക്ക് ഒരു വലിയ പ്രൊജക്ട് ചെയ്യണം. ആ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ചൂസ് ചെയ്ത് പ്രൊജക്ട് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് സുവോളജിക്കാർ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. സുവോളജിന്റെ ഡൗട്ട് എന്ന് പറയുന്നതിൽ PG എഴുതി കഴിഞ്ഞാൽ PG നിങ്ങൾക്ക് IIT JAM എഴുതാം, CUT PG എഴുതാം. അതിലെടുത്തു കഴിഞ്ഞാൽ ലൈഫ് സയൻസിലേക്ക് പോവാം, എൻവയോൺമെന്റൽ സയൻസിലേക്ക് പോവാം, ഫുഡ് ടെക്നോളജിയിലേക്ക് പോവാം, ഫോറൻസിക്കിലേക്ക് പോവാം. എല്ലാ മേഖലയിലേക്കും നിങ്ങൾക്ക് തിരിയാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ, നമുക്ക് സമയം പരിമിതമായതുകൊണ്ടുള്ള ഒരു പ്രയാസമാണ്. പ്രയാസമുണ്ട് നിലവിൽ. ഫോറൻസിക് സയൻസ് ആഫ്റ്റർ BSc മൈക്രോബയോളജി, ഫോറൻസിക് സയൻസിന് നിലവിൽ സാധ്യത ലേശം ഡൗൺ ആണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ BSc മൈക്രോബയോളജി കഴിഞ്ഞ് MSc മൈക്രോബയോളജിക്ക് പോകുന്ന സമയത്ത് തീസിസ് ചെയ്യുന്നത് ഫോറൻസിക് റിലേറ്റഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലാതെ ഫോറൻസിക് സയൻസ് ആയിട്ട് നിങ്ങൾ MScക്ക് പോയി കഴിഞ്ഞാൽ ലേശം ഒരു പ്രയാസമുണ്ട്. കാരണം ജോബ് മാർക്കറ്റ് കുറച്ച് ഡൗൺ ആണ് നിലവിലെ സാഹചര്യത്തിൽ. പ്രൈവറ്റ് ഫേമിലേക്ക് എൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിലവിലുണ്ട്. നിങ്ങൾക്ക് ബാക്കിയുള്ള ഡൗട്ടുകൾ ഞാനിവിടെ ഒരു നമ്പർ പറയാം, ആ നമ്പറിലേക്ക് അയച്ചാൽ മതി. 8078 236 250 8078 236 ഇത് എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജ് വരുന്ന നമ്പറാണ്. ഓക്കെ, എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് അടുത്ത സെഷനിൽ നമ്മൾ CV ബിൽഡിങ്ങിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് സംസാരിക്കുക. ഓക്കെ, അടുത്ത സെഷനിൽ നമ്മൾ CV എങ്ങനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് CVയിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജിലേക്ക് നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, റെഡി? യാ, ഹോപ്പ് ദ സെഷൻ വാസ് ഓക്കെ. കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കേണ്ടി വന്നു, ഐ അഡ്മിറ്റ് ദ ഫാക്ട്. ബട്ട് ഇപ്പോൾ ചെറിയൊരു സമയത്തിന് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേറൊരു ക്ലാസ്സിൽ കയറാനുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് 8 മണിയുടെ സെഷൻ ഒന്ന് 7 മണിയിലേക്ക് ആക്കേണ്ടി വന്നത്. കുറച്ച് ഇടയിൽ പെട്ടുപോയത്. നമുക്ക് വീണ്ടും ഇരിക്കാം, ഇനി വരുന്ന ദിവസങ്ങളിൽ ഇരിക്കാം. ഓൺലൈൻ അല്ലേ, ഓൺലൈൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അധികം വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് വേറെ പ്രയാസമൊന്നും വരില്ല. അപ്പൊ ശരി, ഓക്കെ, എല്ലാവർക്കും വെൽക്കം. ഷബ്ന, ദർശന, മോള് വേറെ ആരുണ്ട്, നക്ഷത്ര, എല്ലാവരോടും വെൽക്കം. ഇന്നത്തെ സെഷൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വേറൊരു ദിവസം, വരുന്ന ദിവസം കണ്ടിട്ട്. ഓക്കെ ഫസില, വെൽക്കം. അപ്പൊ നമുക്ക് വേറൊരു ദിവസം മീറ്റ് ചെയ്യാം. റെഡി?